കേരള സർവകലാശാല യൂണിയൻ പ്രവർത്തന ഉദ്ഘാടനത്തിൽ സസ്പെൻഷൻ നേരിടുന്ന രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ പങ്കെടുക്കുന്നു. വിമൻസ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ എത്തിയില്ല. അനിൽകുമാറിന് പകരം നിയമിതയായ രജിസ്ട്രാർ മിനി കാപ്പിന് ക്ഷണമില്ല. വിവരങ്ങളുമായ ശാലിനി ചിരിയാണ്. ശാലിനി, സസ്പെൻഷനിലായ അനിൽകുമാറാണ് പങ്കെടുക്കുന്നത്, പകരം മിനി കാപ്പിന് ക്ഷണവുമില്ല. മറ്റു വിശദാംശങ്ങൾ കൂടി. കേരള സർവകലാശാലയുടെ യൂണിയൻ പ്രവർത്തന ഉദ്ഘാടനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ നേരിടുന്ന കേരള സർവകലാശാലയിലെ തന്നെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ പങ്കെടുത്തത്. ചടങ്ങിന് VC അടക്കമുള്ളവർ എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സസ്പെൻഷൻ കഴിയുന്ന രജിസ്ട്രാർ അവിടേക്ക് എത്തിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നിലവിൽ രജിസ്ട്രാറുടെ ചുമതലയുള്ള രജിസ്ട്രാർ മിനി കാപ്പന് ഈ പരിപാടിയിലേക്ക് ക്ഷണമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനിൽകുമാറിനൊപ്പം 9 ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പ് ഡോക്ടർ KS അനിൽകുമാറിന് ഒരു ഫോൺ കോൾ എത്തിയിരുന്നു. ഫോൺ കോൾ എത്തിയതിന് ശേഷം തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഈ പരിപാടി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ വാർത്തകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ മുകളിൽ നിന്നുള്ള ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഈ ഫോൺ കോൾ വന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണോ KS അനിൽകുമാർ പോയത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും കേരള സർവകലാശാല വിലക്കിയിട്ടുള്ള, അല്ലെങ്കിൽ സസ്പെൻഷനിൽ കഴിയുന്ന ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇപ്പോൾ സർവകലാശാലയിലെ തന്നെ യൂണിയൻ പ്രവർത്തന ഫണ്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. VC അടക്കമുള്ളവർ ആ പരിപാടിയിൽ എത്താതിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ നിലവിൽ ചുമതലയുള്ള മിനി കാപ്പൻ അടക്കമുള്ളവർക്ക് അവിടെ ക്ഷണമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നേരിടുന്ന KS അനിൽകുമാർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവരുടെ പിൻബലമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംഭവം ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. സർവകലാശാല VC അടക്കമുള്ളവർ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ നടപടികളോ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും പരിപാടിയിൽ പങ്കെടുത്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എത്തിയ ഫോൺ സന്ദേശം, ആ ഫോണിന്റെ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം വേദി വിടുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ്, സസ്പെൻഷനിലായ VS അനിൽകുമാറിനാണ് ക്ഷണം. പകരം രജിസ്ട്രാർ ചുമതലയുള്ള മിനി കാപ്പിന് ഈ ഒരു പരിപാടിയിൽ ക്ഷണവുമില്ല. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.